ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു, ഏതോ യൂട്യൂബ് ചാനലില് അവര് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്യൂ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതിനെ കുറിച്ചിട്ടല്ല. ഓക്കെ, അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് വലിയ അവെയർ അല്ല. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നീ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ കുറെ ഈ 8 കമ്പനികൾക്ക് ഒരു അലിഗേഷൻ ഒക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് എന്താണ് ആക്ച്വലി, ഇത് എങ്ങനെയാണ്, എന്തൊരു പ്രശ്നം, അതിനെ കുറിച്ച് ഞാൻ അത്ര അവെയർ അല്ല. പ്രഡിക്ഷൻ എന്ന് പറയും. ഇപ്പോൾ കുറെ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റും. അതായത് റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് അതിന് ചാൻസ് വരാനുള്ള കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ലൈവായിട്ട് പബ്ലിഷ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിൽ ചെയ്ത പ്രഡിക്ഷൻസ് കറക്റ്റ് അതേ ടാഗ് ലൈനിൽ വന്നു എന്നുള്ളതിലായിരുന്നു. അപ്പൊ ആദ്യം ഉന്നയിക്കപ്പെട്ട ചാനൽ പറയുന്നത് വേറൊരു പ്രമുഖ ഒരു 8 കമ്പനി ഇതിന് മുന്നേ അവർ റിലീസ് ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം തോന്നുന്നു? ഇപ്പോൾ ഞാനൊരു ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് 2-3 ഇതൊക്കെ കണ്ടു. ഇവൻ എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ തലേന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇപ്പോൾ യൂട്യൂബ് ചാനൽസ് ഇങ്ങനെ 8 കമ്പനികളുള്ള അവരെ ആ വീഡിയോസ് മാത്രം നോക്കിയിട്ടാണ് അവർ എക്സാമിനൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ആകുന്നത്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഇപ്പോൾ 8 കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിന് ബാക്കിലുള്ള ടീമും അത്യാവശ്യം അവരെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അവർ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും ഫുൾ അനലൈസ് ചെയ്തിട്ട് അവർക്ക് എന്താണ് വരുന്നത് അതിന് കറക്റ്റായിട്ട് ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ അപ്പോൾ ഇവർക്ക് ബാക്കിയില്ല, ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ക്യാപ്സ്യൂൾ മതി പെട്ടെന്ന് ഒരു സാധനം ഇവർക്ക് കിട്ടുന്നുണ്ട്. ഒരു ഹൈ ക്യാച്ചിങ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരിക, ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ഈ ഒരു ട്രഡീഷണൽ വേന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പിലാണ് ഇവരിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ ആ സാധനം മാത്രം ഫോളോ ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഇത് തന്നെയാണ്. ഇനി ലാസ്റ്റ് ടൈം നീ എന്തോ ഈ സെയിം റിലേറ്റഡ് എന്തോ ഒരു പ്രോജക്റ്റ് എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്. അതായത് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇപ്പൊ 10th ഇതുവരെ റിലീസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് 2017 to 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ആൻസേഴ്സും ഒരു ആപ്പ് എന്നുള്ള രീതിയിൽ, അതായത് ആ ഒരു മിനിമൽ ആയിട്ടുള്ള UIയിൽ, അതായത് വലിയ റിസ്ക് ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സും ഇങ്ങനെ ഞാൻ ഫൈൻഡ് ചെയ്യാൻ നിന്നപ്പോൾ, അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സും ഫൈൻഡ് ചെയ്യാൻ നിന്നപ്പോൾ ഏകദേശം 1 ദിവസത്തോളം എടുത്ത്. അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനും അത് ഇനിയിപ്പോൾ വേറൊരാൾക്ക് അത് ഫോർവേഡ് ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 64-74 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിലാവുമ്പോൾ നമുക്ക് അത് മിനിമലായിട്ട് യൂസ് ചെയ്യാനും അത് റെഫർ ചെയ്യാനും പറ്റും.